So thank God for bringing me back and for this time good fellowship together. ഞാൻ ഒരാഴ്ചയായിട്ട് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ എല്ലാവരും കൂടെ കൂട്ടായ്മ പങ്കിടുവാനായിട്ട് ഇടയാക്കേണ്ട ദൈവത്തെ സ്തുതിക്കുന്നു. Today we'll look into 1 Timothy chapter 6. ഇന്ന് നമുക്ക് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം നമുക്ക് നോക്കാം. And we'll read verses 11 and 12. അതിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ നമുക്ക് നോക്കാം. നീയോ ദൈവത്തിന്റെ മനുഷ്യനായിട്ടുള്ളവയെ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തെ നല്ല പോലെ പൊരുത്തുക, നിത്യജീവനെ പിടിച്ചു കൊടുക്കുക. അതിനായി നീ വിളിക്കപ്പെട്ടു അനേക സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചു വരും. Paul's letters to Timothy were towards the latter end of his ministry. പൗലോസ് അപ്പോസ്തലൻ താൻ തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ തൻ്റെ ശുശ്രൂഷയുടെ പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷ അവസാന സമയങ്ങളിലേക്കാണ് എത്തുന്നത്. And in chapter 1 he starts by saying in verse 2 that he's writing to his beloved son Timothy. താൻ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയും താൻ അവിടെ എഴുതുന്നു നിജപുത്രനായ തിമോഥെയോസിന് എഴുതുന്നു എന്നാണ് പറയുന്നത്. And although it's a personal letter, it's also what we call a pastoral letter, which gives us various aspects of how one should be in the church. ഒരു വ്യക്തി സഭയിൽ എങ്ങനെ ആയിരിക്കണം എന്നെഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് അത്. നമുക്ക് നോക്കുമ്പോൾ നമ്മൾക്കത് വ്യക്തിപരമായിട്ട് എഴുതുന്നു എങ്കിൽ കൂടി അങ്ങനത്തെ ഒരു ലേഖനമാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്. And in chapter 6, Paul is coming towards the end of his letter. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ലേഖനത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് പൗലോസ് അപ്പോസ്തലൻ എത്തുകയാണ്. Verse 11, when we read verse 11, he says, "But you, O man of God." അതിൽ 11-ാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. So whenever we read that, but you need to do this, but you need to do this, that means there are some things before that which you should avoid doing. നീയോ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബട്ട് എന്നുള്ള വാക്ക് വരുമ്പോൾ അതിനർത്ഥമാക്കുന്നത് ഇതിന് മുമ്പ് ചില കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. And in the previous verses from verse 3 to 10, we see a wrong model of Christianity that is there. നമ്മൾ 3 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നതിന്റെ ഒരു തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. And in verse 5, the last part of verse 5, we read of this where it says that these men regard godliness as a means of gain. അതിന്റെ 6-ാം വാക്യത്തിൽ അതിന്റെ അവസാന ഭാഗം പറയും ദൈവഭക്തി വെറുതെ ആദായം നൽകുന്നതായിട്ട് പലരും അതിനെ കാണുന്നു. Godliness as a means of gain. There are many today in Christendom who see godliness just as a means of gain. വിശ്വാസികളുടെ ഇടയിൽ ഇപ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വിശ്വാസം എന്നുള്ളത് അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളത് അതൊരു പണം സമ്പാദിക്കുവാനായിട്ടുള്ള ഒരു വഴിയായിട്ട് പലരും കാണാറുണ്ട്. When we were in the mission hospital, there used to be many who used to keep repeating the phrase Jai Masih Ki, and that phrase basically means that we need a charity at the end of this consultation. നമ്മൾ മിഷൻ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കാണുന്ന ഒരു കാര്യമാണ്, നമ്മൾ കൺസൾട്ട് ചെയ്തെല്ലാം കഴിയുമ്പോൾ രോഗി പരിശോധിച്ച് കഴിയുമ്പോൾ ആ രോഗി പറയും ജയ് മസീഹി എന്ന് പറയും. അതിലൂടെ ഞങ്ങൾക്ക് അതിലൊരു കുറവ് തരണം എന്നുള്ളതാണ് പറയുന്നത്. And but Paul is telling Timothy, but you, O man of God, this is not the way for you. പക്ഷേ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത് നിനക്കുള്ളതല്ല ഇതെന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. And he gives him this title, O man of God. അവിടെ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവ എന്ന ഒരു ടൈറ്റില് താൻ തിമോഥെയോസിന് കൊടുക്കാനിടയിട്ട്. He's reminding Timothy who you are. You are a man of God. You are a man of God. You are a woman of God. You are a child of God. താൻ ദൈവത്തിന്റെ ഒരു മനുഷ്യനാണ്, താൻ ദൈവത്തിന്റെ ഒരു മകനാണ്, ദൈവത്തിന്റെ കുഞ്ഞാണ് എന്നുള്ള ഒരു കാര്യം പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. And in verses 13 to 16, again Paul is reinforcing to Timothy who this God is. അതുപോലെ 13 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ ഈ ദൈവം ആരാണെന്ന് തിമോഥെയോസിനെ ഒന്നും കൂടെ ഉറപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് അവിടെ കാണുന്നത്. If you can read those verses 13 to 16.
നീ നിഷ്കളങ്കനും നിരപവാദിനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച യേശുക്രിസ്തുവിനെയും സാക്ഷി വെച്ച് ഞാൻ എന്നോട് ആജ്ഞാപിക്കുന്നു. ധന്യനായ ഏകാധിപതി, രാജാതി രാജാവും കർത്താതി കർത്താവും, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. We often lose sight of who God is. നമുക്ക് പലപ്പോഴും ദൈവം ആരാണെന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. We lose sight of the holiness of God. ദൈവത്തിന്റെ ആ പരിശുദ്ധിയെ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. Maybe we just focus on that attribute of grace, and we just see that God is gracious, God is forgiving, and God is kind. We forget all the aspects of who God is, His holiness, His awesomeness. We forget that. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ കൃപയും ദൈവം എന്തുമാത്രം നമ്മൾ ക്ഷമിക്കുന്നത്, ദൈവം കൃപാലുവാണെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും ഓർക്കുന്നു. പക്ഷെ ദൈവം പരിശുദ്ധിയായിട്ടുള്ള ദൈവമാണ്, ദൈവം വളരെ വലിയൊരു ദൈവമാണെന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. And that to see Him in all His glory. You see, even the heavenly creatures will cover their eyes when they see Him in His glory. ദൈവത്തിന്റെ ആ മഹത്വത്തിൽ കാണുമ്പോൾ അവിടെ സ്വർഗ്ഗത്തിലുള്ള ആ ജീവികൾ പോലും അവരുടെ മുഖം മറച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. The eyes of mortal man His glory may not see. ഒരു മനുഷ്യന് തന്റെ കണ്ണുകൾ കൊണ്ട് ഈ ദൈവത്തിന്റെ മഹത്വത്തെ പൂർണ്ണമായിട്ട് കാണുവാനായിട്ട് സാധിക്കുകയില്ല. And it's only once we are glorified, when we become like Him, we shall see Him as He is. നമുക്കും ആ മഹത്വീകരിച്ച ശരീരം ലഭിക്കുമ്പോൾ, നമ്മളെ ആ ദൈവത്തെ പോലെ ആകുമ്പോൾ മാത്രമേ നമുക്കും ആ ദൈവത്തിന്റെ ആ മഹത്വം നമുക്ക് കാണുവാൻ സാധിക്കും. I wonder, when we see Him for as He is, how many of us will shirk back in shame? Like 1 John says, how many of us will shirk back in shame when we just see Him, as when John saw Him in Revelation and fell down as if dead. യോഹന്നാൻ വെളിപ്പാടിൽ താൻ ആ ദൈവത്തിന്റെ ആ മഹത്വത്തെ കണ്ടപ്പോൾ താഴെ മരിച്ചു വീഴുന്ന പോലെ താൻ ആ അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഈ ദൈവത്തിന്റെ മഹത്വത്തെ നമ്മൾ കാണുമ്പോൾ നമ്മളും നാണത്തോടെ നമ്മളവിടെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. So Paul is reminding Timothy again, you, O man of God. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനെ ഓർപ്പിക്കുകയാണ്, നീയോ ദൈവത്തിന് മനുഷ്യനായ ഉള്ളവൻ പറയും. And in verse 12 he's saying, to which you were called, take hold of eternal life, to which you were called when you made the good confession before many witnesses. 12 വാക്യത്തിൽ നമ്മളവിടെ കാണുന്നു, വിശ്വാസത്തിന് നല്ല പൊറുപ്പൊരുക, നിത്യജീവനെ പിടിച്ചുകൊടുക, അതിനെ നീ വിളിക്കപ്പെട്ട അനേക സാക്ഷികളുടെ മുമ്പ് നീ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. When you made the good confession. നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. Sijoy brother was talking about those in those days, the first century church, where you had to confess either Caesar as God or make that choice, is it Jesus or Caesar. സുജയ് സഹോദരൻ നമ്മൾ കേട്ടല്ല, ആദ്യ കാലഘട്ടത്തിൽ അവിടെ എല്ലാവരുടെ മുമ്പിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, ഒന്നെങ്കിൽ സീസറിനെ ദൈവമായിട്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ ദൈവമായിട്ട് സ്വീകരിക്കുക എന്നുള്ളത്. Today we have a good confession and we have a bad confession of the Lord also. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നല്ല രീതിയിലുള്ള മാനസാന്തരമുണ്ട്, തെറ്റായ രീതിയിൽ മാനസാന്തരപ്പെടുന്നവരുണ്ട്. The bad confession of the Lord is when you declare Jesus Lord for your own gain. അതിൽ തെറ്റായിട്ടുള്ള മാനസാന്തരം എന്ന് പറയുന്നത് നമ്മളുടെ സ്വയം ലാഭത്തിനായിട്ട് നമ്മൾ യേശുവിനെ കർത്താവ് എന്ന് നമ്മൾ പറയുന്നത്. Because today if you confess Jesus, in a Christian setting, if you confess Jesus, there's only going to be joy, happiness and acceptance. നമ്മളൊരു ക്രിസ്തീയ സമൂഹത്തിനിടയിലാണ് നമ്മൾ യേശു ക്രിസ്തുവിനെ നമ്മൾ മാനസാന്തരത്തിൽ നമ്മൾ സ്വീകരിക്കുന്നെങ്കിൽ അവിടെ സന്തോഷമുണ്ട്, അവരെല്ലാവരും നമ്മൾ അംഗീകരിക്കുകയൊക്കെ ചെയ്യും. But how many of us would do that if you were faced with that same situation that those young children had to face, to either confess Caesar or confess Jesus as Lord? പക്ഷേ അന്ന് ആ ചെറിയ കുട്ടികൾ അന്ന് ചെയ്തതുപോലെ തന്നെ, ഒന്നെങ്കിൽ നിങ്ങൾ സീസറിനെ നിങ്ങൾ ദൈവമായിട്ട് അംഗീകരിക്കുക, അല്ലെങ്കിൽ കർത്താവിനെ ദൈവമായിട്ട് അംഗീകരിക്കുക എന്നുള്ള സ്ഥാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ പ്രതികരിക്കും? When you have taken the good confession to follow Jesus, you have taken that path where you have surrendered your life to Jesus. നമ്മൾ ആ നല്ല രീതിയിലുള്ള മാനസാന്തരം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ശരിക്കും ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. You have taken that decision to follow down that narrow path. ആ ഇടുങ്ങിയ പാതയിലൂടെ നമ്മൾ
പിഞ്ചില്ലെന്ന ഒരു തീരുമാനമാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. Very often the gospel is presented as, as a choice. You'll share the gospel and you will show hell is like this, hell is full of fire burning continuously forever and ever, and heaven is this beautiful place. And then you give the choice. Do you want to go to hell or you want to go to heaven? നമ്മൾ സുവിശേഷം പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു വ്യക്തിയുടെ മുൻപിൽ പലപ്പോഴും നമ്മൾ കാണുന്ന അവിടെ ഒരു ചോയ്സ്, ഒരു തീരുമാനം ഇട്ട് കൊടുക്കുകയാണ്. അവിടെ ഒരു സൈഡിൽ പറയും നരകം അങ്ങനെയാണ്, തീയുണ്ട്, അവിടെ അതെല്ലാം പറയും. മറ്റു സൈഡിൽ പറയും സ്വർഗം വളരെ ഭംഗിയാണ്, സന്തോഷം സമാധാനമാണ്, അത് നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം, സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്നുള്ള ഒരു തീരുമാനമാണ് അവിടെ മുമ്പിൽ ഇട്ട് കൊടുക്കുന്നത്. Then they'll say, we like to go to heaven. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് സ്വർഗത്തിൽ തന്നെ. Then repeat after me. അപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാം. I accept you, Lord Jesus, and you say that whole prayer. ഞാൻ ദൈവമേ ഞാൻ അങ്ങനെ സ്വീകരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥന റിപ്പീറ്റ് ചെയ്യാം. So very often Jesus becomes a free insurance policy for eternal life. നിത്യജീവന് വേണ്ടിയുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയായിട്ട് പലപ്പോഴും യേശുക്രിസ്തു മാറുകയാണ് ചെയ്യുന്നത്. And we don't talk about dying to self, letting go of the old and rising to the newness of life. നമ്മൾ നമ്മുടെ ജഡം മരിക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ പഴയതിനെ ഉപേക്ഷിച്ച് പുതിയതിലേക്ക് എത്തുന്നതിനെ പറ്റി ഒന്നും നമ്മൾ അങ്ങനെ പറയാറില്ല. But the good confession is the decision to walk down the narrow path, to die to your old self, to rise to newness of life. നമ്മൾ ശരിക്കുമുള്ള സുവിശേഷം എന്ന് പറയുമ്പോൾ ആ ഇടുങ്ങിയ പാതയിലൂടെ നടക്കുകയും ആ ജഡം മരിക്കുകയും നമ്മൾ പുതുതായിട്ട് ജനിക്കുന്നതിന്റെ അനുഭവമാണ് ഉള്ളത്. And it's not a passive life, where we laid back, okay, now I've accepted Christ, now it's just passive, now God will do everything. ഇനി ശരിക്കും ആ ഒരു പിന്നീടുള്ള ജീവിതം എന്നുള്ളത് വെറുതെ ഇരിക്കുന്ന ഒരു ജീവിതമല്ല. ഇനി എന്റെ ഭാഗത്തു നിന്നെല്ലാം കഴിഞ്ഞ് ദൈവം എല്ലാം ചെയ്തോന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു ജീവിതമല്ല പിന്നീടുള്ളത്. It says, very active verses are there. It's the verbs, it's flee, pursue, fight, take hold. They're very, very active things that we need to do. പക്ഷെ അവിടെ എല്ലാ സമയം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അവിടെ ഓടിപ്പോവുക, ഫൈറ്റ് ചെയ്യുക എന്നുള്ള എല്ലാം ആക്റ്റീവായിട്ട് പല കാര്യങ്ങൾ സ്ഥിരമായിട്ട് പിന്നെ നടക്കുന്നു എന്നുള്ളൊരു കാര്യത്തിലാണ് അവിടെ പറയുന്നത്. And so in verse 11 we see, but you, O man of God, flee from these things and pursue these other things. 11 വാക്യത്തിൽ പറയുന്നത് ഈ ചില കാര്യങ്ങൾ വിട്ടുപോടുക, ബാക്കി ചില കാര്യങ്ങൾ സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. So you're called to flee away from something and you're called to pursue something. നമ്മളെ വിളിച്ചിരിക്കുന്നത് പല കാര്യങ്ങളിൽ നിന്നും വിട്ടുപോടി പോകാനായിട്ടും മറ്റു ചില കാര്യങ്ങളിലേക്കും തിരികെ അതിന്റെ പുറകെ നമുക്ക് ഓടിച്ചെന്ന് പിടിക്കുവാനാണ്. So it's actually in one direction. അതുകൊണ്ട് തന്നെ ഒറ്റ ഒരു ദിശയിലേക്കാണ് അത് പോകുന്നത്. It's like there is war in Syria. People will be fleeing Syria and going to America, for example. ഇപ്പം സിറിയയിൽ ഇപ്പോൾ ഒരു യുദ്ധമുണ്ട്. അപ്പോൾ ആൾക്കാർ ചെയ്യുന്നത് സിറിയയിൽ നിന്നും അവിടെ നിന്ന് ഓടി അവർ അമേരിക്കയിലേക്ക് അവർ കുടിയേറുകയും ചെയ്യും. Or for Kerala situation, maybe it is we are fleeing Kerala and going to the Gulf. കേരളത്തിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഓടി ഗൾഫിലേക്ക് പോകുക എന്നതാണ്. So that's just an example. It's one direction. It's one direction. അതാണ് ഒരു ദിശ എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. So you're fleeing something and going to something else. നമ്മൾ ഒരു കാര്യം വിട്ട് കളഞ്ഞിട്ട് നമ്മൾ മറ്റൊന്നിലേക്ക് പോവുകയാണ്. For example, you're getting on a bus from Trivandrum and you're going to Ernakulam. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ബസ് നമ്മൾ കയറി നമ്മൾ എറണാകുളത്തേക്ക് പോവുകയാണ്. So you're fleeing Trivandrum, going to Ernakulam. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം നമ്മൾ അത് വിട്ട് കളഞ്ഞിട്ട് നമ്മൾ എറണാകുളത്തേക്ക് നമ്മൾ പോവുകയാണ്. So it's one direction. അത് ഒരു ദിശയിലേക്കാണ് അത്. Now say you get on that bus, you're going to Ernakulam, and then suddenly you see one big billboard. When you reach Kottayam, you see a big billboard that there's a big sale in Trivandrum. They're selling something for free. Then you get off the bus. Then you take the next bus to go back to Trivandrum. നമ്മൾ തിരുവനന്തപുരത്ത് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കോട്ടയം എത്തിയപ്പോൾ അവിടെ വലിയൊരു ബോർഡ് കണ്ടു. അവിടെ പറയുന്നു ട്രിവാൻഡ്രത്ത് വലിയ വിലക്കുറവിൽ കുറെ കാര്യങ്ങൾ വിൽക്കുന്നു എന്ന്. അപ്പോൾ നമ്മൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ട്രിവാൻഡ്രത്തോട്ടുള്ള അടുത്ത ബസ്സിൽ കയറി തിരിച്ചു പോകുക. And then when you reach Tiruvalla, you see a board saying Ernakulam, there's a bigger sale, better things are there. Then you get down from the bus there.
അങ്ങനെ കോട്ടയത്ത് നിന്ന് തിരുവല്ല എത്തിയപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടു, എറണാകുളത്ത് അതിലും വലിയൊരു സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ തിരുവല്ല ഇറങ്ങി അടുത്ത ബസ് തിരിച്ച് എറണാകുളത്തോട്ട് പിന്നെയും പോയി. So very often, our life is like that. Yes. We're supposed to be in Ernakulam, but we are in Tiruvalla. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതം അതുപോലെ തന്നെയാണ്. നമ്മൾ എറണാകുളത്താണ് നമ്മൾ ഇരിക്കേണ്ടത്, പക്ഷേ നമ്മൾ തിരുവല്ലയിൽ തന്നെയാണ് ഇരിക്കുന്നത്. In our Christian walk, we are supposed to flee certain things and pursue something. But then halfway while you're pursuing again, we are going back to the things we should not be doing. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് മറ്റു ചില കാര്യങ്ങളെ പുറകെയാണ് പോകേണ്ടത്. പക്ഷെ നമ്മൾ ആ പോകുന്നതിനിടയ്ക്ക് തന്നെ നമ്മൾ തിരികെ നമ്മുടെ പഴയ സ്ഥാനത്തിലേക്ക് വരികയാണ്. So we are like stuck at a point. അപ്പോൾ നമ്മൾ ഒരു അവസ്ഥയിൽ നമ്മൾ അവിടെ സ്റ്റക്കായിട്ട് നമ്മളവിടെ ഇരിക്കുകയാണ്. And so Paul is telling Timothy, you flee from these things. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് പറയുകയാണ്, അത് വിട്ടോടുക എന്ന് പറയാം. And in this particular instance, he is telling Timothy, you flee from this love of money that is there. അവിടെ പണത്തിനോടുള്ള സ്നേഹത്തിൽ നിന്നും അവിടെ നിന്നും വിട്ടുഓടിപ്പോവുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. And Paul is talking about the situation there where there are many church leaders, they are doing things just out of the love for money and love for gain. പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുന്നതിന്റെ ഒരു കാരണം മറ്റൊന്നും കൊണ്ടല്ല, പല സഭയിലെ ലീഡേഴ്സും അവർ പണത്തിന് വേണ്ടി അവർ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. In verse 9 it says, those who want to be rich fall into temptation. അവിടെ 9-ാം വാക്യത്തിൽ പറയുന്നു, ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണികളിലും കുടുങ്ങും എന്നാണ്. Now very carefully read that it's not those who are rich, it's those who desire to be rich, those who want to be rich. ഓൾറെഡി ധനികരായവരോടല്ല, ധനികരാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് ആ ഒരു പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതെന്നാണ്. So this desire for gain can be across all strata, all economic strata. It's not just Ambani or somebody. It's from lower down itself. This desire can be a very damaging desire. ഈ ഒരു ആഗ്രഹം എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ ഒരു ആഗ്രഹം എന്നുള്ളത്, അത് ഏറ്റവും മുകളിലിരിക്കുന്നവർക്ക് മാത്രമല്ല, ഏറ്റവും താഴേക്കിടയിൽ തൊട്ട് ഏറ്റവും മുകളിലുള്ള എല്ലാവർക്കും ആ ഒരു ആഗ്രഹം അവരുടെ ഉള്ളിലേക്ക് വരുന്നത്. It's like this in Mumbai. There is these beggars on the street, and suddenly when the beggar dies and they lift up his mat, and under that there are like lakhs of rupees under his mat. ഉദാഹരണം പറയുകയാണെങ്കിൽ മുംബൈയിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ഭിക്ഷക്കാരൻ തന്നെ അവിടെ മരിച്ചു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശവമൊക്കെ എടുക്കുമ്പോഴും തന്റെ കിടക്ക പൊക്കുമ്പോഴും അതിൻ്റെ അടിയിൽ ലക്ഷങ്ങൾ രൂപ അതിനടിയിൽ കിടക്കുന്നതാണ്. So this love for money, this desire for money can be across the board, across humanity. അതുകൊണ്ട് തന്നെ ഈ പണത്തിനോടുള്ള ഈ ഒരു ആഗ്രഹം എന്നുള്ളത് മനുഷ്യർക്ക് എല്ലാ മനുഷ്യർക്കും ഏത് അവസ്ഥയിലുള്ള മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടെന്ന്. And it's a root of all kinds of evil. നമ്മളെ തെറ്റിയിരിക്കുന്നതിനുള്ള പാപത്തിന്റെ എല്ലാം അടിസ്ഥാനമായിട്ടിരിക്കുന്നത് അതാണ്. If you can just think about what all it leads to cheating, it leads to stealing, it leads to lying, it leads to so many things. അതെന്തൊക്കെ ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞാൽ അത് കള്ളത്തരം ചെയ്യിപ്പിക്കും, കള്ളം പറയുവാനായിട്ടും ചതിക്കുവാനായിട്ടും അതിലോട്ടെല്ലാം ഈ പണം എത്തിക്കും. Recently I think one drug dealer was caught in Kerala, and he was saying that he was earning 1 lakh per day. ഒരു മയക്കുമരുന്നൊക്കെ വിൽക്കുന്ന ഒരു വ്യക്തിയെ കേരളത്തിൽ നിന്നും അത് പിടിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ അദ്ദേഹം അവിടെ പറഞ്ഞാണ് തനിക്ക് ഒരു ദിവസം തന്നെ 1 ലക്ഷം രൂപയാണ് ഉണ്ടാക്കുന്നത്. So you can imagine how many people would be now tempted at that economic prospect. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു വളർച്ച കാണുമ്പോൾ എത്രയും ആൾക്കാർക്ക് അത് ചെയ്യുവാനായിട്ടുള്ള ഒരു ടെംപ്റ്റേഷൻ വരുന്നുണ്ട്. But that's what verse 9 and 10 is saying. You plunge yourself into ruin and destruction. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുമെന്നാണ്. Verse 10 says, some have wandered away from the faith and pierced themselves with many sorrows. 10-ാം വാക്യത്തിൽ കാണുന്ന ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടഴിഞ്ഞു ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു എന്ന് പറയും. And we just need to see false teachers, false doctrines which have erupted because of the love of money. അതുപോലെ തെറ്റായിട്ടുള്ള ഉപദേശം തരുന്നവരും തെറ്റായിട്ടുള്ള വചനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നവരും അതൊക്കെ ഈ പണത്തിന്റെ കാരണം കൊണ്ട് അതെല്ലാം നടക്കുന്നതായിട്ട് നമ്മൾ കാണാം. The prosperity gospel teachers, they will come and say, you sow a seed of
money here and then you see how it will, your life will prosper. അതുപോലെ തന്നെ ഈ ദ്രവ്യാഗ്രഹം അതുമായിട്ട് ബന്ധപ്പെടുത്തി സുവിശേഷം പറയുന്നവരുണ്ട്. അതുപോലെ നിങ്ങൾ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പണം നിങ്ങൾക്ക് പിന്നീട് വരുമെന്ന് പറയും. So you want to see the maximum, crowd, you just go somewhere or you just start preaching prosperity. You will see boundless crowds coming. ആരെങ്കിലും ചെന്ന് സമ്പത്ത് വർദ്ധിക്കുന്നതിനെ പറ്റി പ്രസംഗിക്കുകയാണെങ്കിൽ ഒരുപാട് പേര് അത് കാണുവാനോ കേൾക്കുവാനായിട്ട് അവിടെ വന്നിരിക്കും. Because both the preacher and the congregation, everybody loves money. So preacher says something, you give me money, you will get more money. I mean, it's a everyone wins situation. പാസിംഗനും പണത്തിനായിട്ട് ആഗ്രഹിക്കുന്നു, കേൾക്കാൻ വരുന്നവരും പണത്തിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പാസിംഗയും പറയും, എനിക്ക് പണം തന്നു, നിങ്ങൾ ഇത്രയും പണം തന്നു, നിങ്ങൾക്ക് ഇനിയും ദൈവം അനുഗ്രഹിക്കും, ഒരുപാട് പണം വരും എന്ന് പറയും. Paul is telling Timothy, you flee from all this. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനോട് പറയാണ്, നീ ഇതെല്ലാം വിട്ടുകൊടുക എന്ന് പറയും. And you pursue righteousness, godliness, faith, love, perseverance and gentleness. പിന്നീട് നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക എന്ന് പറയും. So first thing he says is pursue righteousness. ആദ്യമേ പറഞ്ഞത് നീതിയെ പിന്തുടരുക എന്ന് പറയും. When he's telling about pursuing righteousness, he's not talking about that aspect of righteousness where a person is standing before God and God is, approving him as whether righteous or not righteous to come into his presence. നീതി എന്നിവിടെ പറയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു വ്യക്തി നിൽക്കുക, അപ്പോൾ ദൈവം അദ്ദേഹത്തെ നോക്കിയിട്ട് നീ നീതിമാനാണോ അല്ലയോ എന്ന് പറയുക, അതിനെപ്പറ്റിയല്ല ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. Because we know that the Bible teaches us that none of us by our works can be righteous before God. കാരണം വചനം നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മളുടെ ഒരു പ്രവൃത്തി കൊണ്ട് ദൈവത്തിന് മുമ്പിൽ നീതിമാന്മാരായി നിൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല. It is through the righteousness that God the Father gives us through Jesus, who became the atoning sacrifice for our sins. That is the righteousness that we are covered with, that brings us into God's presence. പിതാവായ ദൈവം കർത്താവ് യേശുക്രിസ്തുവിന് യാഗം കൊടുത്തതിലൂടെ നമുക്ക് കിട്ടിയ ആ ഒരു നീതിയുണ്ട്. ആ നീതി മൂലമാണ് നമുക്ക് നമ്മുടെ പാപങ്ങളൊക്കെ മറിച്ച് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാനിടയാകുന്നത്. But this is talking about righteousness where it's not that I'm pursuing righteousness for my salvation, but I'm pursuing righteousness because I am saved. ഇവിടെ രക്ഷിക്കാത്ത നീതിയെ കാക്ഷിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയല്ല പറയുന്നത്, പക്ഷെ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നീതിമാനായിട്ട് നിൽക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. And that is a pursuit of a life of integrity, a life of virtue, purity of life, rightness, correctness, that I'm pursuing such a life. ഇവിടെ പറയുന്നത് നീതിയോടെ നല്ലതായിട്ടും ശരിയായിട്ടും നല്ല മനസാക്ഷിയോടെ മുമ്പോട്ട് പോകുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. Paul tells Timothy in 1 Timothy 4:12, let no one despise your youth, but set an example for the believers in speech, in conduct, in love, in faith, in purity. നമ്മൾ 4:12 നമ്മൾ കാണുന്നു, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. So sometimes I've heard this that in the housing colony somebody was telling that they needed some work to be done, and so there was a so-called believer family in that meeting was the first to jump out and say, let us bribe the officials. ഞാൻ ഹൗസിംഗ് കോളനിയിലെ ഒരാൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു. ഒരു മീറ്റിങ്ങിൽ അവർ പറയായിരുന്നു, നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു വിശ്വാസമായിട്ടുള്ള ഒരു വ്യക്തി ഉടനെ ചാടിക്കയറി പറയുകയാണ്, നമുക്ക് അതിൻ്റെ അധികാരികൾക്ക് നമുക്ക് കൈക്കൂലി കൊടുക്കാം. We are supposed to be the light and the salt of the earth. നമ്മൾ ഈ ലോകത്തിന്റെ വെളിച്ചവും ഉപ്പുമാകേണ്ടവരാണ്. And it's, we have to set an example where people should see us and see that difference in our lives. മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ട് എന്ന് കാണുന്നതിന് ഒരു ഉദാഹരണമായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യേണ്ടത്. The second thing we read there is godliness. പിന്നീട് നമ്മൾ കാണുന്നത് ഭക്തി. In fact, 1 Timothy is the chapter with the maximum verses related to that word godliness. 1 തിമോഥെയോസിലാണ് ഒരുപാട് തവണ ഭക്തിയെ പറ്റി പറയുന്നത്. And chapter 4 verse 7 and 8. 4-ാം അധ്യായം അതിന്റെ 7-ഉം 8-ഉം വാക്യം നമ്മൾ നോക്കുമ്പോൾ,
ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളത്രേ. ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും ബഹുമാനിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകും. Train yourself in godliness. ദൈവഭക്തിക്ക് തക്കവണ്ണം സ്വയം അഭ്യാസം ചെയ്യുക എന്നാണ് പറയുന്നത്. Where you're constantly developing that reverence, that respect and piety towards God. ദൈവത്തോടുള്ള ആ സ്നേഹം, ദൈവത്തോടുള്ള ആദരം, ദൈവത്തോടുള്ള ഭക്തിയും നമ്മളത് ഡെവലപ്പ് ചെയ്യുക, അത് ഉളവാക്കുക എന്നുള്ളതാണ് പറയുന്നത്. In Isaiah, when you come to Isaiah chapter 66 verse 2, നമ്മൾ യെശയ്യാ പ്രവചനം അതിന്റെ 66 അധ്യായം അതിന്റെ 2-ാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ the latter part says, "This is the one I will esteem, he who is humble and contrite in spirit, who trembles at my word." അവിടെ 2-ാം ഭാഗത്ത് പറയുന്നു, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. That trembling at God's word, this is what God's word says. That's the reverence we need to have for God and for his word. ആ വചനത്തിൽ വിറയ്ക്കുന്ന എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ വചനത്തിലുള്ള ഒരു ഭക്തിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭക്തിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Pursue righteousness, godliness, pursue faith. അതുപോലെ അത് വിട്ടോടി നീതി, ഭക്തി, അതുപോലെ വിശ്വാസം, അതിനെ പിന്തുടരുക. Pursuing a life of faithfulness to God. ദൈവത്തെ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് പോവുക. As the church is the bride of Christ. സഭയാണ് ക്രിസ്തുവിന്റെ മണവാട്ടി. The bride has to be faithful to the bridegroom. അതുകൊണ്ട് ആ മണവാട്ടി തന്റെ മണവാളനുമായിട്ട് വിശ്വസ്തത പുലർത്തിയിരിക്കണം. In Jewish culture, even when the bride is betrothed to the bridegroom, it's as serious as a marriage itself. യഹൂദ പാരമ്പര്യമൊക്കെ ആ രീതികളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിൽ പോലും മണവാട്ടിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിൽ പോലും അത് വിവാഹം കഴിച്ചതുപോലെ തന്നെ ആ ഒരു സീരിയസ്നെസ് അതിനും ഉണ്ടായിരുന്നു. So when we give our good confession, we become a part of the church and we are betrothed to Christ the bridegroom. നമ്മൾ ആ നല്ല മാനസാന്തരം വന്ന് നമ്മൾ യേശു കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ ക്രിസ്തുവുമായിട്ട് നമ്മൾ വിവാഹം ഉറപ്പിച്ചവരാണ്. And we are awaiting the marriage of the Lamb. ആ കുഞ്ഞാടിന്റെ വിവാഹത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. But even in this waiting period, we are called to be faithful. ഈ കാത്തിരിക്കുന്ന സമയത്തും നമ്മൾ വിശ്വസ്തത നിലനിർത്തണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. As a member of the body of Christ, as a member of the church, am I faithful to Jesus? ഈ സഭയുടെ ഒരു അംഗം എന്ന നിലയിൽ നമ്മൾ യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വിശ്വസ്തരാണ്. The next thing is love. അടുത്തത് സ്നേഹം. And love needs to be the underlying motive of all that we do. എല്ലാത്തിനും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലെയും അടിസ്ഥാനമായിട്ടിരിക്കേണ്ട കാര്യം സ്നേഹമാണ്. And Jesus says, in the last days, it's going to be even more harder and harder to love. യേശു കർത്താവ് പറഞ്ഞു അന്ത്യനാളിലെത്തുമ്പോൾ സ്നേഹിക്കാനായിട്ട് പിന്നെയും വളരെ ബുദ്ധിമുട്ടാകും. He says because of rising wickedness, the love of many will grow cold. മനുഷ്യരുടെ ഇടയിൽ ആ തെറ്റും അകൃത്യങ്ങളും ഒക്കെ കൂടുന്നത് കൊണ്ട് അവർക്ക് സ്നേഹിക്കാനായിട്ട് ഭയങ്കര പാടാണ്. And personally, we may be able to see how our love levels go up and down rather than increasing all the time, that we can see that many times our love grows cold. നമ്മളുടെ സ്നേഹം നോക്കുമ്പോൾ പലപ്പോഴും കൂടിയും കുറഞ്ഞുമാണ് നമുക്ക് കാണിച്ചത്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും നമ്മളുടെ ആ സ്നേഹം തണുത്തു പോകുന്ന ഒരവസ്ഥയിൽ. If anyone loves the world, the love of the Father is not in them. ആരെങ്കിലും ലോകത്തെ സ്നേഹിക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ പിതാവിന്റെ സ്നേഹമില്ല. So the more we go into the world and we start loving the world, we see that the love of the Father within us comes down. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ലോകത്തെ നമുക്കുള്ളിൽ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മളുള്ളിലെ പിതാവിന്റെ സ്നേഹം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. The next after love is perseverance. അടുത്തതായിട്ട് പറയുന്നത് ക്ഷമ എന്നുള്ളതാണ്. The Christian life is not easy. ക്രിസ്തീയ ജീവിതം ഒരിക്കലും എളുപ്പമല്ല. There are many ups and downs. അവിടെ ഒരുപാട് കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ട്. And especially in this age and time,
this concept of patience or perseverance has become extremely difficult. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ക്ഷമ കാണിക്കുക, ദീർഘക്ഷമ കാണിക്കുക എന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു കാലമാണ്. Previously we had a lot of patience, to do everything. You can spend, you go to one place, okay, it will take 2 hours to go there also. You can walk and go there. But now, you want everything to be done instantly. പണ്ട് കാലത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും വളരെയധികം ക്ഷമയുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദൂരെ 2 മണിക്കൂർ ദൂരെ പോകേണ്ട ആവശ്യമുണ്ട്. പണ്ടൊക്കെ ആൾക്കാർ നടന്നു പോകുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടം നോക്കുമ്പോൾ എല്ലാം ഉടനെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്നുള്ളതാണ്. We'll wait half an hour to book a train ticket, half an hour to pay electricity bill, half an hour. But now who waits to get that done? പണ്ടൊക്കെ ട്രെയിൻ ബുക്ക് ചെയ്യാനായിട്ട് 1/2 മണിക്കൂർ കാത്തിരിക്കണം. കറണ്ട് ബില്ല് അടക്കണമെങ്കിൽ നമ്മൾ അതിനായിട്ട് 1/2 മണിക്കൂർ കാത്തിരിക്കണം. പക്ഷെ ഇപ്പോഴൊക്കെ ആരാണ് അതിനു വേണ്ടി അത്ര കാത്തിരിക്കുന്നത്? And now, anybody has to wait for 5 minutes for something. I mean, we see it in the hospital also. People become very angry and violent and not able to wait anymore. പക്ഷെ ഇപ്പോഴാണെങ്കിലും ആശുപത്രിയിലാണെങ്കിൽ പുള്ളി 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യം, ഭയങ്കര കോപം ഒക്കെയാണ്. And it happens to all of us in different aspects. നമുക്ക് എല്ലാവർക്കും പല പല കാര്യങ്ങളിൽ ആ ഒരു കാര്യം സംഭവിക്കാറുണ്ട്. And our brain has become wired that way. നമ്മളുടെ തലച്ചോറ് ആ രീതിയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. So now even we're not able to pay attention for even maybe 15 minutes. Attention span has come down to 15 minutes. പലപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സമയം എന്നുള്ളത് 15 മിനിറ്റിലേക്കൊക്കെ കുറയാൻ ഇടയാകുന്നു. Now 15 minutes is also too much. So now the tech people have developed something called shorts, reels, because the attention span is only that much. ഇപ്പോൾ 15 മിനിറ്റ് പോലും ഇല്ല. അതുകൊണ്ട് ടെക് ഇൻഡസ്ട്രിയിലുള്ളവരൊക്കെ ഇപ്പോൾ ഷോർട്സും റീൽസും ഒക്കെ ഉണ്ടാക്കാൻ ഇടയാക്കുന്നു. YouTube, you see a sermon is there, you look at the time. Oh, 1 hour is too much. നമ്മൾ യൂട്യൂബിൽ ഒരു മെസ്സേജ് കാണുമ്പോൾ നമ്മൾ അതിൽ നോക്കുമ്പോൾ 1 മണിക്കൂർ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കും. See, summary is there, 5 minutes. അതിന്റെ സമ്മറി, അതിന്റെ ഒരു ചുരുക്കമായിട്ടുള്ളതിന്റെ പിന്നെ ചുരുക്കം നോക്കുമ്പോൾ ഒരു 5 മിനിറ്റ്. So our brain has become like that. We can't persevere, we can't endure, we have no patience for anything. നമ്മളുടെ തലച്ചോറ് ആ രീതിയിലേക്ക് എത്തി നമുക്ക് ഒന്നിനും കാത്തിരിക്കാനോ ക്ഷമയോടെ ഇരിക്കാനോ ഒന്നിനും ഒരു കഴിവ് കിട്ടുന്നില്ല. 1 Peter 2:19 says that when we persevere through sufferings, difficult times, it says that God is pleased. നമ്മൾ 1 Petrus 2:19 കാണുന്നു, ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോഭാവ നിമിത്തം അന്യമേ കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാകുന്നു. God is pleased with that. And so we need to pursue perseverance. നമ്മൾ അതുകൊണ്ട് ക്ഷമയ്ക്കായിട്ട് നമ്മൾ പിന്തുടരുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. And then finally it says we need to pursue gentleness. പിന്നീട് സൗമ്യത, നമ്മൾ അതിനെ പിന്തുടരണമെന്ന് പറയും. Again, we live in a time when they say that, unless you raise your voice or say something, nothing will happen. ഇപ്പോഴത്തെ കാലഘട്ടം പറയുന്നത് നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളത് പറഞ്ഞില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന കാലമാണ്. And so, even in the OPD we see this, there'll be some patients from the time they come, they'll be shouting and making noise, and also that the nurses will say, so they're used to that. They know that we will get our thing done. ചിലർ വന്ന് ഒ പിയിൽ വരുമ്പോൾ അവരവിടെ നിന്ന് ബഹളം ഉണ്ടാക്കും. അപ്പോൾ നേഴ്സ് പറയും, ഇവരെ പെട്ടെന്ന് കയറ്റി അങ്ങ് വിട്ടേക്കാം, ഇതും കഴിഞ്ഞു പോട്ടെ എന്ന് പറയാം. അവർക്കറിയാം, ഓക്കെ ഞാനിതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കാര്യം പെട്ടെന്ന് നടക്കും. Yeah, I remember in North India also, when you go to buy vegetables, there'll be one vegetable seller and 10 people around. So the one who shouts the loudest or insults that person will get the vegetable first. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ അവിടെ ഒരു പച്ചക്കറി വിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഉണ്ടാകുന്നത്. അവിടെ വലിയൊരു കൂട്ടം ആൾക്കാരും കാണും. ആരാണോ ആദ്യമേ ഈ പച്ചക്കറി കടക്കാരനെ മോശമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നത് അവർക്കായിരിക്കും ആദ്യമേ ആ പച്ചക്കറി കിട്ടുന്നത്. But here we are called to pursue gentleness. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് സൗമ്യതയെ പിന്തുടരുക എന്നാണ് പറയുന്നത്. Gentleness is not fear or gentleness or meekness. It is power under control. സൗമ്യത എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പേടിയല്ല, പകരം നമ്മളിലുള്ള ആ ഒരു ശക്തിയെ നിയന്ത്രിച്ചു വെക്കുന്നതിനാണ് സൗമ്യത എന്ന് പറയുന്നത്. You might have the power or the ability to do something, but you're just being gentle with that person.
നമുക്കൊരു കാര്യം ചെയ്യാനുള്ള കഴിവും അധികാരവും ഒക്കെ കാണുമായിരിക്കും, പക്ഷേ നമ്മൾ അതിനെ സ്വയം അടക്കി വെക്കുക, അതിനാണ് സൗമ്യത. As a boss, you might have the power to do certain things, but you're still gentle with that person. ഒരു ബോസ് എന്ന നിലയിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ നമ്മളൊരു വ്യക്തിയോട് നമ്മൾ എന്നിട്ടും സൗമ്യതയോടെ ഇടപെടുക. And especially when we go through difficult circumstances, challenging circumstances, there is a chance that our words can become harsh, and we can become brutal, and but then once we do that, we can't take back what we have done. നമ്മളൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ ഭയങ്കര ഹാർഷായിട്ടായിരിക്കും, ഭയങ്കര വേദനിപ്പിക്കുന്ന രീതിയിലായിരിക്കും, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. No, but as we look at these things that what we have to flee from and what we have to pursue, we also need to realize that as we are putting all our effort into it, that we cannot do it with our effort. നമ്മൾ കണ്ടു എന്തൊക്കെ വിട്ടിട്ട് പോകണം, എന്തിൻ്റെയൊക്കെ പുറകെ പിന്തുടരണമെന്ന് കണ്ടു. പക്ഷെ നമ്മൾ ഇതൊക്കെ പിന്തുടരുകയാണെങ്കിൽ പോലും നമുക്ക് ഒറ്റയ്ക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. On our own strength, we cannot do it. നമ്മൾ സ്വന്തം ശക്തി നമുക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. As Paul says, I work at it with all my strength, through the strength that God works through me. ദൈവം എനിക്ക് തരുന്ന ബലത്തിലൂടെ ഞാൻ ഇതിൽ പ്രവർത്തിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. So we are intentional, we are diligent in it, but we don't depend on our own strength. നമ്മൾ വളരെ സൂക്ഷിച്ചും ശ്രദ്ധയോടെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്, എന്നാൽ പോലും നമ്മളുടെ ബലത്തിൽ നമ്മൾ ആശ്രയിക്കുക. And we see the example of Christ in all these virtues. ഈ കാര്യങ്ങളിലെല്ലാം യേശു കർത്താവ് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. We see his faithfulness, we see his love, we see his perseverance, we see his gentleness. യേശു കർത്താവിന്റെ ആ നീതി, യേശു കർത്താവിന്റെ ഭക്തി, വിശ്വാസം, സ്നേഹം, സൗമ്യത, അതെല്ലാം നമ്മൾക്ക് കാണാനിടയായത്. And so for us we have to be intentional, we have to be diligent in this, knowing the God that we serve, revering the God that we serve, but we need to know that we need to depend on his promises, the promises of God. നമ്മൾ വളരെ സൂക്ഷിച്ച് ജീവിക്കണം, നമ്മൾ ദൈവത്തെ വളരെയധികം ആശ്രയിച്ചാണ് ജീവിക്കണം, പക്ഷെ എന്നാലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെയും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. 2 Peter says that God has given us his precious promises that we can be partakers of his divine nature. ദൈവത്തിന്റെ ആ ഒരു വല്ലഭത്വത്തിന്റെ ആ ഒരു ഭാഗമായി തീരുവാനായിട്ട് ദൈവം നമുക്ക് വലിയ വാഗ്ദത്തങ്ങൾ തന്നിരിക്കുന്നു. 2 പത്രോസിൽ നമ്മൾ കാണുന്നു. We need to abide in Christ. നമ്മൾ ക്രിസ്തുവിൽ വസിക്കേണ്ടതായിട്ടുണ്ട്. John 15 says, Jesus says, apart from me you can do nothing. യോഹന്നാൻ സുവിശേഷം 15 യേശു കർത്താവ് പറഞ്ഞു, ഞാൻ എന്നിൽ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. Say, abide in my love just as I abide in the Father's love. എന്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കുക, ഞാൻ എന്റെ പിതാവിന്റെ സ്നേഹത്തിൽ വസിക്കുന്നത്, നിങ്ങളും എന്റെ സ്നേഹത്തിൽ വസിക്കുക. So when we abide with Christ and when we are intimately connected with him, that is when his nature rubs on to us. നമ്മൾ യേശു കർത്താവിൽ വളരെ ഇന്റിമേറ്റ് ആയിട്ട് നമുക്ക് യേശു കർത്താവിൽ വസിക്കുമ്പോൾ മാത്രമേ യേശു കർത്താവിന്റെ ആ ഒരു സ്വഭാവങ്ങൾ നമ്മളിലേക്കും വരികയുള്ളൂ. And where we are constantly fellowshipping with the Spirit. നമ്മൾ ആത്മാവ് പരിശുദ്ധാത്മാവായിട്ട് നമ്മൾ നിരന്തരമായിട്ട് കൂട്ടായ്മയിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ. Where you are allowing him to encourage you and counsel you, and where you are not quenching him. പരിശുദ്ധാത്മാവ് നമ്മളെ ഉത്സാഹപ്പെടുത്താനും പല കാര്യങ്ങളും പറഞ്ഞു തരുവാൻ നമ്മൾ ഇടയാക്കുകയാണെങ്കിൽ, അല്ല പരിശുദ്ധമായി വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ. And that is when all this love, perseverance, gentleness will be the fruit in our life. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നീതിയും ഭക്തിയും വിശ്വാസവും സ്നേഹവും ക്ഷമയും സൗമ്യതയും എല്ലാം വരുന്നത്. May the Lord help us in the coming days to continue to grow into his likeness. അതുകൊണ്ട് യേശു കർത്താവിനെ പോലെ ആകുവാനായിട്ട്, അങ്ങനെ മുമ്പോട്ട് ആകുവാനായിട്ട് ദൈവം ഈ വരുന്ന ആളുകൾ നമ്മളെ സഹായിക്കട്ടെ. That we may bear fruit and bring glory to his name alone. നമ്മൾ ഫലം കഴിക്കുവാനും ദൈവത്തിന്റെ നാമത്തിന് മഹത്വം വരുത്തുവാനായിട്ടും നമ്മളെ ഇടയാക്കട്ടെ. നമ്മൾക്ക് നല്ലൊരു മെസ്സേജ് ആയിരുന്നു തോമസ് ആൻഡ്രൂടെ നമുക്ക് തന്നു. നമുക്കുണ്ടാകേണ്ട ആ പല ഫലങ്ങളും നമുക്ക് അവിടെ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും മിസ് ചെയ്യുന്ന പല ഫലങ്ങളുമാണ് നമ്മളിവിടെ. അപ്പോൾ നമ്മൾ ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിൽ വസിച്ച് നമുക്ക് ആ ഫലങ്ങളൊക്കെയും പുറത്തു വരുന്ന രീതിയിൽ
ജീവിക്കുവാനായിട്ട് നമുക്ക് ഇന്ന് ഈ കേട്ട വാചനം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ആരാധന മീറ്റിംഗ് നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് തന്ന വചനത്തിനായിട്ട് കർത്താവെ ഞങ്ങൾ